നമസ്കാരം. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖമേനിയെ ഇപ്പോൾ പിൻഗാമിയായി തീരുമാനിച്ചിരിക്കുകയാണ്. ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഈ നീക്കത്തെ എതിർക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം പലതാണ്. ഇറാനിൽ സാധാരണയായി ആത്മീയ നേതാവിൻ്റെ മക്കളെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ ഒന്നും തന്നെ പിൻഗാമിയായി വാഴിക്കുന്ന പതിവ് അവിടെയില്ല. ആ എല്ലാ വിലക്കുകളും അല്ലെങ്കിൽ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുജ്തബ ഖമേനിയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് പലരുടെയും പരാതി. മാത്രവുമല്ല, അയത്തുള്ള അലി ഖമേനി എത്രത്തോളം മതമൗലികവാദിയും ക്രൂരനുമായിരുന്നോ അയാളെക്കാൾ എത്രയോ ഇരട്ടി ക്രൂര കൃത്യങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ മുജ്തബ ഖമേനി എന്നാണ് പറയപ്പെടുന്നത്. ഈയിടെ ഇറാനിലുണ്ടായ ജനകീയ പ്രക്ഷോഭത്തെ അതിക്രൂരമായി അടിച്ചമർത്തുന്നതിനും 10,000-ലധികം ആളുകളെ കൊന്നൊടുക്കുന്നതിനും നേതൃത്വം നൽകിയതും ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതും ഇയാളാണ് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ഒരു സ്വാതന്ത്ര്യം നൽകരുത് എന്ന് നിരന്തരമായി വാദിക്കുന്ന ആൾ കൂടിയാണ് മുജ്തബ ഖമേനി. ഇപ്പോൾ ഇറാനിൽ മുജ്തബയുടെ അനുയായികൾ പലരും തെരുവിലിറങ്ങി മുജ്തബയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനങ്ങളും മറ്റും നടത്തുമ്പോൾ ഇറാനിലെ സ്ത്രീകൾ ചെയ്യുന്നത് അവരുടെ പ്രതിഷേധം മറ്റൊരു രീതിയിലാണ്. അവർ വീടുകളിലെ ജനാലകൾ തുറന്ന് തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് മുജ്തബ നശിക്കട്ടെ, മുജ്തബ തൊലയട്ടെ എന്നുള്ള ഉറക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പറയുന്നതാണ് ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുജ്തബയെ പോലെയുള്ള കടുത്ത മതമൗലികവാദി വീണ്ടും പിതാവിനെ പിന്തുടർന്നെത്തുമ്പോൾ സ്ത്രീകൾക്ക് ഈ രാജ്യത്ത് ഇനി ഒരു വിലയും കാണുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷെ തെരുവിലിറങ്ങിയവർ പ്രതിഷേധിക്കുകയാണെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ പരസ്യമായി തൂക്കിക്കൊല്ലുകയോ ചെയ്യുന്നതാണ് അവിടുത്തെ രീതി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജനാലകൾ തുറന്ന് ഇവർ തല പുറത്തേക്കിട്ട് മുജ്തബയ്ക്കെതിരായ മുദ്രാവാക്യങ്ങൾ വിളിച്ചതിന് ശേഷം ജനാലകൾ അടയ്ക്കുന്നതാണ് പതിവ്. ഇപ്പോൾ യുദ്ധ സമയമായതുകൊണ്ട് തന്നെ സൈന്യവും പോലീസും എല്ലാം അതിൻ്റെ തിരക്കിലായത് കാരണം പലപ്പോഴും അവർക്ക് ഇവരെ പിടികൂടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. എങ്കിലും കേരളം പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഈ ഇറാന് പിന്തുണയുമായി പലരും രംഗത്തെത്തുമ്പോൾ അവിടെ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ഇവർക്കെല്ലാവർക്കും നന്നായിട്ട് അറിയുക തന്നെ ചെയ്യാം. പക്ഷേ അപ്പോഴും അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഇറാനെ പിന്തുണയ്ക്കുന്നതിലേക്ക് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും പോകുന്നത്. ഇവിടെ ഇറാനിലെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സ്ത്രീകൾ അവിടെ ഹിജാബ് അല്ലെങ്കിൽ മുഖാഭരണം ധരിച്ചില്ലെങ്കിൽ തല്ലിക്കൊല്ലുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തൂക്കിക്കൊല്ലുന്ന കാര്യത്തിൽ ഈ മുജ്തബയുടെ നിർദ്ദേശമാണെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ തൂക്കുമരത്തിലാണ് ആളുകളെ വധിക്കുന്നത് എങ്കിൽ ഇപ്പോൾ അതിന് പകരം ആളുകളെ ക്രെയിനിൽ കെട്ടിത്തൂക്കി ഏതാണ്ട് 20 മിനിറ്റിലധികം സമയമെടുത്ത് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രീതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. സ്ത്രീകളെയും അവിടെ നിരന്തരമായി ഇപ്പോൾ തൂക്കിക്കൊലയ്ക്ക് വിധേയരാക്കാറുണ്ട്. അതേസമയം അമേരിക്കയും ഇസ്രായേലുമാകട്ടെ മുജ്തബയ്ക്ക് നമ്പറിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ നേരത്തെ പറഞ്ഞത് ആര് ഖമേനിയുടെ പിൻഗാമി ആയാലും ഞങ്ങൾ അയാളെ വധിക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആകെ ഭയന്ന് തന്നെയാണ് ഇയാളും ജീവിക്കുന്നത്. പരമാവധി ഒളിച്ച് തന്നെ ആയിരിക്കാൻ കഴിയുന്നത്. ഇയാളെക്കുറിച്ചുള്ള മറ്റൊരു വിചിത്രമായ കാര്യം, ഈ മുജ്തബ ഖമേനി അങ്ങനെ ആത്മീയ പാരമ്പര്യമൊന്നും ഉള്ള ഒരാളല്ല. ഇയാൾ വലിയൊരു വ്യവസായിയാണ്. ലോകം മുഴുവൻ വ്യവസായങ്ങളുള്ള, ലോകത്ത് എല്ലായിടത്തും കൊട്ടാര സദൃശ്യമായ മാളികകളും ഹോട്ടലുകളുമൊക്കെ ഉള്ള ഒരാളാണ് ഈ മുജ്തബ ഖമേനി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലണ്ടനിൽ ഇസ്രായേൽ എംബസി സ്ഥിതി ചെയ്യുന്നതിന് നേരെ എതിർവശത്താണ് ഇയാളുടെ 2 അപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതെന്നുള്ളതാണ്. അവിടെ സദാസമയവും കാവലുള്ളതാണ്. അവിടെ നിന്നുകൊണ്ട് ഇസ്രായേൽ എംബസിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇയാൾ അവിടെ ശതകോടികൾ മുടക്കി ഈ അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങിച്ചിട്ടുള്ളത് എന്നും സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇത് ആ മേഖലയ്ക്കകത്ത് തന്നെ വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് എന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാരും വിലയിരുത്തുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ 4 മക്കളിൽ എല്ലാവരും തന്നെ ശതകോടികൾ സമ്പാദിച്ചവരാണ്. ഇവരെല്ലാവരും വിദേശങ്ങളിൽ വ്യവസായങ്ങളുള്ളവരാണ്. ഇതിനുള്ള പണം ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് ഇറാൻ്റെ എണ്ണ പ്രകൃതിവാതക വിൽപ്പനയിലൂടെയൊക്കെ തന്നെ ഇത് മുഴുവൻ ഇവർ തട്ടിച്ചെടുക്കരുത്. ഈ കുടുംബം ഈ സ്വത്തുക്കൾ സമ്പാദിച്ചത് മുഴുവൻ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പണമാണ്. ഇത് എണ്ണയിൽ നിന്നും അതുപോലെ ഗ്യാസിൽ നിന്നുമൊക്കെ തന്നെ ലഭിക്കുന്ന പണം വലിയ തട്ടിപ്പ് കച്ചവടങ്ങളിലൂടെ ഇവർ സ്വന്തം പേരിൽ വിൽക്കുകയും അങ്ങനെ രാജ്യത്തിന് ലഭിക്കേണ്ട പണമെല്ലാം തന്നെ ഇവർ കൈക്കലാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നത്. 1979 ഷാ ഭരണകൂടം ഇല്ലാതാകുന്നത് വരെ ഇറാനിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഏതാണ്ടൊരു പാശ്ചാത്യ ശൈലിയുള്ള ജീവിതം പോലും നയിച്ചിരുന്ന ആളുകളായിരുന്നു അന്ന് ഇറാനിലുണ്ടായിരുന്നത്. പക്ഷേ അവരെയൊക്കെ തന്നെ ഇപ്പോൾ തുറങ്കിലടയ്ക്കുന്ന അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ഈ മതഭരണകൂടം അവിടെ എത്തിയോടുകൂടിയാണ്. അയത്തുള്ള അലി ഖമേനിയുടെ കാലത്താണ് ഇത് ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടന്നിരുന്നത് എങ്കിൽ അതിന് മുന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം ഈ മുജ്തബ ഖമേനി തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ ഇറാഖ് യുദ്ധകാലത്ത് ഇറാനിലെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഏതായാലും യാതൊരു തരത്തിലും ഒരു മനുഷ്യത്വവും മയമോ ഇല്ലാത്ത ഒരാളാണ് ഈ മുജ്തബ ഖമേനി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ സ്ത്രീകൾ ഇയാൾ നശിക്കട്ടെ, ഇയാൾ കൊല്ലപ്പെടട്ടെ, ഇയാൾ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ജനാലകൾ തുറന്ന് അതിലൂടെ പ്രതിഷേധിക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളൊക്കെ തന്നെ
ഇറാനിൽ നടക്കുന്ന ഈ സ്ത്രീകൾക്കെതിരായ ഈ അടിച്ചമർത്തലിനെതിരെ പലപ്പോഴും ശബ്ദമുയർത്തിയിരുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ വില കൊടുക്കാതെ സൈന്യത്തെയും മറ്റ് സംവിധാനങ്ങളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡ് കോർപ്സ് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്നതാണ് പതിവ്. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് മുസ്തഫ അധികാരത്തിലേക്ക് ഇപ്പോൾ എത്തുന്നതെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇനി മുതൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രസിഡന്റിനേക്കാളും വലിയ പദവിയാണ് ഈ പരമോന്നത നേതാവ് എന്നുള്ള ജുഡീഷ്യറിയുടെ മുകളിൽ പോലും ഇയാൾക്ക് ആധിപത്യമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ മുസ്തഫ ഖമേനിയാണ് ഇറാൻ ഭരിക്കുന്നതെങ്കിൽ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതും ഈ മുസ്തഫ ഖമേനി തുലയട്ടെ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്.